ഫ്രണ്ട്സ്, ഇത് അസൂസിന്റെ ഒരു ടഫ് സീരീസ് ലാപ്ടോപ്പാണ്. അപ്പൊ അത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കത്തിയതായിട്ടുള്ള ലെവൽക്കാന്ന് തോന്നി. പക്ഷേ ഇത് ബോർഡിന് കംപ്ലൈന്റ് ഒന്നുമില്ല. ഇതിന്റെ കംപ്ലൈന്റ് ഡിഫറെന്റ് ആണ്. കസ്റ്റമർ കംപ്ലൈന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററി മോഡിൽ വർക്ക് ചെയ്യും, അഡാപ്റ്റർ മോഡ് കൊടുക്കുന്ന സമയത്ത് വർക്ക് ചെയ്യില്ല. അതാണ് എന്റെ കസ്റ്റമർ കംപ്ലൈന്റ്. നമ്മളിത് ട്രൈസ് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലായത് അഥവാ ചാർജിങ് IC ടു IOന്റെ കമ്മ്യൂണിക്കേഷൻ സംടൈമിൽ മിസ്സിങ്. അപ്പൊ കസ്റ്റമർ കൊടുക്കുന്ന സമയത്ത് ഓണാക്കുന്ന സമയത്ത് പക്കായിട്ട് ചാർജിങ്ങും നടക്കുന്നുണ്ട്, അതേമാതിരി തന്നെ ബാറ്ററിയിലും കറക്റ്റ് ആയിട്ട് ഓടുന്നുണ്ട്. പാർട്ടി പറഞ്ഞു എങ്ങനെ വെച്ചാൽ കുറച്ച് സമയം കഴിഞ്ഞില്ലെങ്കിൽ അതേമാതിരി ഡിസ്കണക്ട് ആകുക, അഡാപ്റ്ററിൽ വർക്ക് ചെയ്യില്ല, ബാറ്ററിയിൽ മാത്രമേ വർക്ക് ചെയ്യുന്ന പറഞ്ഞു. ഇപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്തത് നമ്മൾ ഈ പറഞ്ഞ മാതിരി തന്നെ 2 ദിവസം വെയിറ്റ് ചെയ്തു. നമ്മൾ ആ കംപ്ലൈന്റ് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചാർജിങ് IC പ്ലസ് IO ആ രണ്ടും ഒരുമിച്ച് റീപ്ലേസ് ചെയ്തപ്പോഴാണ് സംഭവത്തിൽ സാധനം സെറ്റായിട്ട് കിട്ടിയത്. ഇനി ഇത് റെഡി ആക്കിയിട്ടുണ്ട്. ഇത് 2 ദിവസം കഴിഞ്ഞ് വർക്കിംഗിൽ ഇട്ട് നോക്കിയാൽ അറിയാൻ പറ്റും വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ, മീൻസ് ഈ റിപ്പീറ്റ് കംപ്ലൈന്റ് തന്നെ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, നമ്മൾ റീപ്ലേസ് ചെയ്തത് ബോൾ ടൈപ്പ്. ഇത് സം ടൈം ആണ് ഇതിന് കംപ്ലൈന്റ്, അതാണ് ടാസ്ക്. അപ്പോൾ വർക്കിംഗ് ആണ് സാധനം. സം ടൈം കംപ്ലൈന്റ് ആണ് സമയത്ത് നമുക്ക് ഇത് കറക്റ്റ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എപ്പോഴാണ് ഇത് കംപ്ലൈന്റ് ആകുന്നുള്ളത്. ഓക്കെ, ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നത് ബാറ്ററി മോഡിലാണ്, അല്ല അഡാപ്റ്റർ മോഡിലാണ്. ഞാൻ അഡാപ്റ്റർ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ബാറ്ററി അവിടെ കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയിൽ കണ്ടിന്യൂസ് ആയിട്ട് പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ലോട്ട് ടൈമാണ് നമ്മൾ ഇത് എടുത്തിരിക്കുന്നത്. കാരണം ലാപ്ടോപ്പ് വർക്കിംഗ് ആണ്, പക്കായിട്ട് ബാറ്ററി മോഡിൽ പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഇടൊന്നുമില്ല. പക്ഷെ അഡാപ്റ്റർ മോഡിന് അഡാപ്റ്റർ എടുക്കുന്ന സമയത്ത് കൊടുക്കുന്ന സമയത്ത് അതിൽ ലൈനിൽ വരുന്ന എങ്ങനെ വെച്ചാൽ സപ്ലൈക്ക് വരുന്ന സാധനം ട്രിപ്പായിട്ട് പോവുക ചെയ്യുന്നത്, അഥവാ സിഗ്നൽ ഡിസേബിൾ ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, ഏതായാലും ഇത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ചെയ്യാൻ കുറച്ച് ടാസ്ക് ആണ്. പക്ഷെ ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലുള്ള കംപ്ലൈൻസ് ഒക്കെ കുറച്ച് സാധനങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ അവനക്ക് പിന്നെ ലാപ്ടോപ്പിന്റെ ചിപ്പ് ലൈനിനെ കുറിച്ചിട്ടുള്ള യാതൊരു പേടി ഉണ്ടാവില്ല. കാരണം ഇത് ലാപ്ടോപ്പ് വർക്കിംഗ് ആണ്, കസ്റ്റമർക്ക് ഇത് ഡെഡ് ആവാതെ വർക്കിംഗ്, അഥവാ ഇത് റിലേറ്റഡ് ആണ്. സപ്ലൈ ഫുള്ളായിട്ട് ഒഴുകി സിഗ്നൽ മൊത്തം ഒഴുകി പോകുന്നത്, ലാപ്ടോപ്പ് ഓൺ ചെയ്യാനുള്ള വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്, IO ടു കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടക്കുന്നത്. പക്ഷെ ഇതൊക്കെ റിമൂവ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇതേമാതിരിയുള്ള പഠിക്കുന്ന സമയത്ത് ഈ അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവനക്ക് ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ആ കറക്റ്റായിട്ട് ഓർഡറായിട്ട് ഏത് ലാപ്ടോപ്പ് കിട്ടിക്കഴിഞ്ഞാലും അവ ആ ഫ്ലോയിൽ പോയിട്ട് വർക്ക് ചെയ്ത് കിട്ടും. ഒരു ധൈര്യം ഉണ്ട് വരും, ഏത് ലാപ്ടോപ്പും വർക്ക് ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ട്രെയിനിങ് ഒക്കെ എടുക്കുന്ന സമയത്ത് ട്രെയിനിങ് കിട്ടേണ്ടത്. സർവീസ് ചെയ്യുന്നൊന്നും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷെ അന്നേരം നമുക്ക് ആ സമയം കിട്ടിയിട്ടില്ല. അതിൻ്റെ ഇൻഫർമേഷൻ ആണ് വിട്ടത്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.